യൂത്ത് കോൺഗ്രസിന് ഒരു അധ്യക്ഷനാകുന്നു. OJ ജിനീഷ് കുമാർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ നൽകും. അമൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാറ്റം, പിന്നെ ആളില്ലാത്തൊരവസ്ഥ, പല പല പേരുകൾ പറയുന്നു, പല ആളുകളെയും പിന്താങ്ങിക്കൊണ്ട് പല നേതാക്കളുടെയും അഭിപ്രായ പ്രകടനങ്ങൾ. എന്തായാലും ഒടുവിൽ ആ കസേരയിൽ ഇരിക്കാൻ ഒരാളായി. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനാകുകയാണ്. രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഇപ്പോൾ മാസം 1 കടന്നുപോയി. നിരന്തരമായി വാർത്തകൾ വരുന്നുണ്ടായിരുന്നു പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനം ഉടനെന്ന്. പക്ഷേ ആ പ്രഖ്യാപനം ഇങ്ങനെ നീണ്ടുപോയി. അധ്യക്ഷനില്ലാതെ ഒരു സമര സംഘടനയായി നിൽക്കേണ്ട സമയത്ത്, നിരവധി വിഷയങ്ങൾ സർക്കാരിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന സമയത്ത് ഒരു അധ്യക്ഷനില്ലാതെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ OJ ജനീഷ്, തൃശ്ശൂരിൽ നിന്നുമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ജനീഷ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനാകുന്ന സമയത്ത് ഈ പറയുന്ന കമ്മിറ്റിയിൽ ഉപാധ്യക്ഷനായി ഉണ്ടായിരുന്ന OJ ജനീഷിന്റെ പേര് ഇപ്പോൾ പരിഗണിക്കപ്പെടുകയാണ്. അബിൻ വർക്കി അടക്കമുള്ളവരുടെ പേര് നേരത്തെ സജീവ ചർച്ചയായിരുന്നു. അതോടൊപ്പം തന്നെ KM അഭിജിത്തിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചു. ബിനു ചുള്ളിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ട്, ബിനുവിന്റെ പേര് പരിഗണിച്ചിരുന്നു. ഇപ്പോൾ 2 പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയാണ്. ഒന്ന്, OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അതോടൊപ്പം തന്നെ ബിനു ചുള്ളിയിൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിനു ചുള്ളിയിൽ KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായി എത്തുകയാണ്. ഈ 2 പ്രഖ്യാപനമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. അരിത ബാബു, അതോടൊപ്പം തന്നെ ഷിബിന അടക്കമുള്ള, അബിൻ വർക്കി അടക്കമുള്ളവരുടെ പട്ടിക ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷ സ്ഥാനത്തുണ്ട്. അവർക്കൊപ്പം ആണ് പുതിയ ഒരാളുടെ പേര് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഗ്രൂപ്പ് സമവാക്യങ്ങൾ മറികടന്നുകൊണ്ട് A ഗ്രൂപ്പിന്റെ കൈവശം കാലാകാലങ്ങളായി, അതങ്ങ് T സിദ്ദിഖിന്റെ കാലം മുതൽ ഇങ്ങ് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അതിന് മുന്നുള്ള കാലം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ അധികം കാലമായി A ഗ്രൂപ്പ് കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു പദവിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത്. അത് PC വിഷ്ണുനാഥ് ആണെങ്കിലും ഡീൻ കുര്യാക്കോസ് ആണെങ്കിലും അതിനുശേഷം പിന്നീട് ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും യൂത്ത് കോൺഗ്രസ് A ഗ്രൂപ്പിന്റെ ഒരു പ്രതിനിധിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത 5 ലക്ഷത്തോളം വരുന്ന വോട്ടുണ്ട്. അതിൽ 1.5 ലക്ഷം വോട്ട് ഐ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അബിൻ വർക്കി പിടിച്ചപ്പോൾ ഏകദേശം 2 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. അങ്ങനെ A ഗ്രൂപ്പിന്റെ കൈവശം എക്കാലവും ഉണ്ടായിരുന്ന ഒരു സീറ്റ് ഇപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ തുറന്ന ഒരു ഗ്രൂപ്പ് പറയാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ഒരാളാണ്. പക്ഷേ ജനീഷിന് ഐ ഗ്രൂപ്പിന് പിന്തുണയുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടി ഈ മാള നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി എത്തുകയാണ്. OJ ജനീഷ് സംസ്ഥാന അധ്യക്ഷനായി എത്തുമ്പോൾ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം കൂടുതൽ വോട്ട് നേടി വൈസ് പ്രസിഡന്റായ ആളാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ട് അബിൻ വർക്കി നേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജനപിന്തുണയോടുകൂടി സംസ്ഥാന അധ്യക്ഷനായ ഒരാളെ മാറ്റി നിർത്തി സംസ്ഥാന പ്രസിഡന്റാക്കാതെ, നിലവിലെ കമ്മിറ്റിയിലെ ഏറ്റവും അധികം വോട്ട് കിട്ടിയ ആളെ പ്രസിഡന്റാക്കാതെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ അത് ഐ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഐ ഗ്രൂപ്പ് ശക്തമായി പ്രതിഷേധിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും കലഹത്തിലേക്കും പോകും. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ വിഷയം ഉണ്ടാക്കിയ ഒരു ക്ഷീണമുണ്ട്. അതിനുശേഷം ആളെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നു. ഈ തിരിച്ചറിയൽ രേഖയുമായി ബന്ധപ്പെട്ട അംഗത്വ പട്ടിക മുഴുവൻ കോടതി റദ്ദാക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായതാണ്. അങ്ങനെയുള്ള ഒരു സംഘടനയുടെ തലപ്പത്തേക്കാണ് ഇപ്പോൾ ഒരു ആൾ വരുന്നത്. ഇത് പാർട്ടിയിൽ വീണ്ടും ഉൾപ്പോരുകൾക്കുള്ള സാധ്യതയാണോ, അതോ ജിനീഷിന് വളരെ കുഴപ്പമില്ലാതെ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ? ജനീഷ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു വാക്പോരിലേക്ക് പോകുന്ന ഒരു നേതാവാണ് എന്ന് പറയാൻ കഴിയില്ല. ജനീഷിനെ സംബന്ധിച്ചിടത്തോളം ജനീഷിനെ വ്യക്തിപരമായി അറിയാവുന്നതാണ്. ജനീഷ് ഒരു സൗമ്യനായ നേതാവാണ്. പ്രത്യേകിച്ചും തൃശ്ശൂർ മേഖലയിൽ നിന്നൊക്കെ എത്തുമ്പോൾ ആ ഒരു മേഖലയാകെ അവിടെയുള്ള നേതാക്കന്മാരുമൊക്കെയായി മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും ബന്ധമൊക്കെ ഉള്ള ഒരു നേതാവാണ്. KSUവിന് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്നു, മുൻ KSUവിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ജനീഷിനുണ്ട്. പക്ഷേ ജനീഷ് എത്തുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല. ഐ ഗ്രൂപ്പിന്റെ പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മറ്റു പേരുകൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴെല്ലാം അബിൻ വർക്കിയെ മാറ്റി നിർത്തി മറ്റു പേര്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് അമൽ തേനമ്പറമ്പിൽ നൽകുന്നത്. OJ ജിനീഷ് കുമാർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുമെന്നാണ് പ്രഖ്യാപനം. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം ഒഴിഞ്ഞു. ആ വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതോടുകൂടി ആ കസേരയിലേക്ക് ആര് വരുമെന്ന് വലിയ ചർച്ചകളാണ്. അബിൻ വർക്കി അടക്കമുള്ളവരുടെ പേരുകൾ വളരെ ശക്തമായി തന്നെ പല കോണുകളിൽ നിന്ന് ഉയർന്നു കേട്ടു. പക്ഷേ ഗ്രൂപ്പിനപ്പുറത്തേക്കുള്ള ഒരാളെ എന്ന നിലയ്ക്ക് OJ ജിനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു.